അധ്യായം 3. അച്ഛൻ കൊടുത്ത വാക്ക്. നീലിമ അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അഞ്ജലി അവിടേക്ക് ഓടി വന്നു. അതെ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയല്ല നോക്കി. അഞ്ജലി കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ അഞ്ജലി, ഇങ്ങനെ ഓടി വരാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? ഓ, ഞാൻ ആദ്യോടെ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ മുഖംമൂടി അഴിഞ്ഞു പോവല്ലോ അല്ലേ? നീലിമ പരിഹാസത്തോടെ ചോദിച്ചു. അത് കേട്ട് അഞ്ജലിയുടെ മുഖം വിളറിപ്പോയി. നീലിമ, നിന്നോട് അന്നത്തെ കാര്യം ചോദിച്ചു എന്ന് വെച്ച് അഞ്ജലിയെ ഞാൻ സംശയിച്ചു എന്നല്ല അർത്ഥം. ആദ്യം പറഞ്ഞു. അയ്യോ, നീ സംശയിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഞാനായിട്ട് ഒന്നിനും വന്നില്ല, നീയാണ് ഇങ്ങോട്ട് വന്നത്. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. മേല ഓരോന്ന് ചോദിച്ചുകൊണ്ട് വന്നു പോരുത്. നീലിമ അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. ആദ്യം അഞ്ജലിയും ഗാർഡനിൽ തന്നെ നിന്നു. നീ എന്താ ആദ്യം അവളോട് ചോദിച്ചത്? അഞ്ജലി ചോദിച്ചു. ഏയ്, അന്ന് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമായിരുന്നു. അതെന്തിനാ? അതെല്ലാവർക്കും അറിയുന്നതല്ലേ. അറിഞ്ഞതല്ലാതെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ. ആദി പറഞ്ഞത് കേട്ട് അഞ്ജലിക്ക് നേരിയ ഭയം തോന്നി. ആദി അതിന് പിറകെ അന്വേഷിച്ചെന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് അവൾക്കറിയാം. അതൊക്കെ ഇനി എന്തിനാ അന്വേഷിക്കുന്നത്? ആദി മിണ്ടിയില്ല. അവൻ നീലിമ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. അത് കണ്ട് വിഷയം മാറ്റാമെന്നോണം അഞ്ജലി പറഞ്ഞു. ആദി, നമ്മുടെ വിവാഹ നിശ്ചയം ഉടനെ കാണുമെന്ന് അച്ഛൻ പറഞ്ഞു. നിന്റെ വീട്ടില് ഈ കാര്യം സംസാരിക്കാൻ അച്ഛൻ പോകുന്നുണ്ടത്രേ. നന്നായി. ആദ്യ ഒരു ഒഴുക്കൻ മട്ടിലാണ് മറുപടി പറഞ്ഞത്. അത് കേട്ട് അഞ്ജലി ചോദിച്ചു. എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത്? സന്തോഷമൊക്കെ ഉണ്ട്. ഓ, എനിക്ക് തോന്നുന്നില്ല. അതെന്റെ തെറ്റല്ലല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാനേ അറിയൂ. ആദ്യം മറ്റൊന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് പോയി. അവന്റെ മനസ്സിൽ നീലിമയോട് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ അഞ്ജലിക്ക് ഇപ്പോൾ തോന്നി. എന്തായാലും നീലിമയോടുള്ളപ്പോൾ തന്നെ ആദ്യം അവളെ തന്നെ വിവാഹം നടക്കണം. അവൾ സ്നേഹിച്ചിരുന്ന ആദ്യം അഞ്ജലിയെ താലി കെട്ടുന്നത് അവൾ കാണണം. അഞ്ജലി ചിന്തിച്ചു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. വീട്ടുകാരുടെ സ്നേഹാഭിനയം നീലിമയ്ക്ക് മടുത്തു തുടങ്ങി. ഇതിനിടയിൽ തിരിച്ചു പോവാനും അവൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അഞ്ജലിയുടെ വിവാഹ നിശ്ചയത്തിൽ കൂടി പങ്കെടുത്തിട്ട് മടങ്ങി പോവാമെന്ന് മാധവി പറഞ്ഞതുകൊണ്ട് നീലിമയ്ക്കും അശ്വനും മാധവിയത്തിൽ തന്നെ തുടരേണ്ടി വന്നു. ഇന്നാണ് ആദിയുടെയും അഞ്ജലിയുടെയും വിവാഹ നിശ്ചയം. ചടങ്ങ് നടക്കുന്ന ഹാൾ പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു. വാസുദേവൻ അതിഥികളെ സ്വീകരിച്ചിരുന്ന തിരക്കിലാണ്. പല മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ടായിരുന്നു. വാസുദേവനും സത്യഭാമയും ഓടി നടന്ന് ഉത്സാഹത്തോടെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. വിവാഹ നിശ്ചയ വേദിയിൽ നിൽക്കുകയായിരുന്നു ആദി. അഞ്ജലിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല. ആദ്യ ഒരു കസവ ബോർഡർ ഷർവാണി സൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. വാസുദേവൻ അപ്പോൾ അവിടേക്ക് വന്നു. അല്ല മോനെ, മോൾ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഒന്ന് വിളിച്ചു നോക്ക്. ആദ്യം ഒറ്റയ്ക്കിരുന്ന് മുഷിയുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് വാസുദേവൻ അത് പറഞ്ഞത്. അറിയില്ല അങ്കിൾ, ഞാൻ വിളിച്ചിരുന്നു, ഫോൺ എടുത്തില്ല. ഇത് കേട്ട് വാസുദേവൻ അതിഥികൾക്കിടയിൽ നിന്ന് ഓടി നടന്ന് സംസാരിക്കുന്ന സത്യഭാമയെ കൈ കാട്ടി വിളിച്ചു. അവർ തിരക്കത്തിൽ അയാളുടെ അരികിലേക്ക് നടന്നു വന്നു. എന്താ മനുഷ്യ, ഞാൻ അവിടെ തിരക്കിലായിരുന്നു. സത്യഭാമ അയാളുടെ അരികിൽ വന്ന് അതിന്റെ ശബ്ദത്തിൽ പറഞ്ഞു. നീ മോള് റെഡിയാവുന്ന പോയി നോക്കി, സമയമാവുന്നുണ്ട്. വാസുദേവൻ പറഞ്ഞു. അത് കേട്ട് സത്യഭാമ ചോദിച്ചു. അവൾ ഇതുവരെ വന്നില്ലേ? ഇല്ല, അതല്ലേ നിന്നോട് ഞാനൊന്ന് പോയി നോക്കാൻ പറഞ്ഞത്. സത്യഭാമ വേഗം അഞ്ജലിയെ കൂട്ടിക്കൊണ്ട് വരാനായി പോയി. വാസുദേവൻ ആദിയെ നോക്കി പറഞ്ഞു. മോനെ ആദി, അഞ്ജലിയെ താഴ്ത്തും തലയിലും വെക്കാതെയാ ഞാൻ വളർത്തിയത്. നിനക്കറിയാലോ. അറിയാം അങ്കിൾ. അവളെ പൊന്നെ പോലെ നോക്കിക്കോണം കേട്ടോ. അവളുടെ മുഖമൊന്ന് വാടിയാ പോലും ഞാൻ സഹിച്ചെന്ന് വരില്ല. ആ പറഞ്ഞതിൽ നേരിയ ഭീഷണിയുള്ളതുപോലെ ആദിക്ക് തോന്നി. അങ്കിൾ പേടിക്കണ്ട, ഞാൻ അവളെ പൊന്നെ പോലെ നോക്കും, പോരെ? ആദി വാസുദേവന്റെ കയ്യിൽ അമർത്തി ഉറപ്പ് കൊടുക്കുന്നത് പോലെ പറഞ്ഞു. മതി മോനെ. വാസുദേവൻ കണ്ണു തുടച്ചു. അയാൾക്ക് അഞ്ജലിയോട് മറ്റാരെക്കാളും സ്നേഹമുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി. ഉടനെ എന്തോ ഓർത്ത് വാസുദേവൻ പറഞ്ഞു. ഇപ്പോ എന്റെ പേടി അതല്ല. നീലിമ ആ ചെക്കനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നത് ആകെ കുഴപ്പമായി. അടുത്ത ബന്ധുക്കൾക്ക് പോലും ഇതൊന്നും അറിയില്ല. എല്ലാരോടും എന്ത് പറയുമെന്ന പേടി. ആ ചെറുക്കനെ കുറച്ചു നേരം മുറിയിലിട്ട് പൂട്ടിയാലോ? അതൊന്നും വേണ്ട അങ്കിൾ, ടെൻഷൻ ആവണ്ട. ആരും ഒന്നും അറിയില്ല. ആദ്യം പറഞ്ഞു. പിന്നെ മോനെ, ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. പുള്ളി വന്ന ഒന്ന് പരിചയപ്പെട്ടേക്ക്. ഓക്കെ അങ്കിൾ. ആദ്യം അത് പറഞ്ഞു തീർന്നതും അഞ്ജലിയും കൂട്ടി സത്യഭാമ അവിടേക്ക് വന്നു. അഞ്ജലി ഒരു മെറൂൺ ഗൗണായിരുന്നു ധരിച്ചിരുന്നത്. ആ വേഷത്തിൽ അഞ്ജലി കൂടുതൽ സുന്ദരിയായതുപോലെ ആദിക്ക് തോന്നി. വാസുദേവനും മകളെ നോക്കി നിൽക്കുകയാണ്. വേദിയിൽ അഞ്ജലി വന്നതോടെ സദസ്സിലിരിക്കുന്ന അതിഥികളുടെ ഒക്കെ ശ്രദ്ധ അവളിലായി. ആദി അഞ്ജലിയെ കണ്ണെടുക്കാതെ നോക്കി. വാസുദേവൻ അറിയാതെ സദസ്സിൽ പല ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. അല്ല മാലതി, ഇതെന്താ ഇവിടെ മാത്രം ഒരിടത്തും കേൾക്കാത്തോളം കേൾക്കുന്നത്? ബന്ധുക്കളിൽ ഒരാൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു. അതാ ഞാനും ഓർക്കുന്നത്. മൂത്ത മോളെ നിൽക്കുമ്പോ ഇളയ മോളെ കെട്ടിക്കുന്നത് ഞാൻ ആദ്യമായി കാണുക. അത് മാത്രമല്ല, ഈ ചെക്കനെ നീലിമയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചല്ലേ, എന്നിട്ടിപ്പോ അഞ്ജലിയെ കൊണ്ട് കെട്ടിക്കുന്നു. ഈ വാസുദേവൻ എന്തൊക്കെയാണോ എന്തോ ചെയ്തു കൂട്ടുന്നത്. അല്ല, നീലിമയെ ഒരുപാടായാലോ കണ്ടിട്ട്. അവൾ എവിടെയപ്പോ? ആർക്കറിയാം. തള്ളേ മോളും കൂടി അതിനെ കൊന്നോ എന്നാ എന്റെ സംശയം. സത്യഭാമ ചില്ലറക്കാരി അല്ലല്ലോ. അറിയാലോ നിനക്ക് കഥയൊക്കെ. പിന്നെ അറിയില്ലേ, അവളുടെ ചരിത്രമൊക്കെ നാട്ടിലെ പാട്ടല്ലേ. ചർച്ച അങ്ങനെ നീണ്ടു. അതൊന്നും വാസുദേവൻ അറിഞ്ഞില്ല. അയാൾ മകളുടെ നിശ്ചയം ഒരു മുടക്കവുമില്ലാതെ നടന്നു കിട്ടാൻ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ആദിയും അഞ്ജലിയും വേദിയിലിരുന്നു. അല്പസമയത്തിന് ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. അഞ്ജലി വളരെ സന്തോഷത്തിലായിരുന്നു. ആദിയുടെ കൈ അവൾ ചേർത്ത് പിടിച്ചു. ആദി, ഞാൻ ഈ നിമിഷത്തിന് എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? ഞാനും. ആദി പുഞ്ചിരിച്ചു. അഞ്ജലി അവന്റെ തോളിൽ ചാഞ്ഞു. വേദിയിലിരിക്കുന്ന ആദിയെയും അഞ്ജലിയും നോക്കിക്കൊണ്ട് നീലിമ സദസ്സിലേക്ക് വന്നു. കൂടെ അശ്വിനും ഉണ്ടായിരുന്നു. നീലിമ കറുപ്പ് നിറത്തിൽ നിറയെ സിൽവർ സ്റ്റോൺ പതിപ്പിച്ച് സാരിയായിരുന്നു ധരിച്ചിരുന്നത്. അതിലവൾ വളരെ സുന്ദരിയായിരുന്നു. അവൾക്ക് ആ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ലെന്ന് അവളുടെ മുഖത്ത് നിന്ന് വായിക്കാം. മാധവി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അവൾ വന്നത്. നീലിമ വരുന്നത് കണ്ട വാസുദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അല്ല, നീ ഇത് എന്ത് ഭാവിച്ചാ ഈ ചെക്കനെയും കൂടി വന്നത്? ഇതിന് കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? വാസുദേവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. പിന്നെ എന്റെ മോനെ എനിക്ക് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ?
ഇടി നാശം പിടിച്ചവളെ, എന്നെ നാണം കെടുത്തി അടങ്ങുമെന്ന് നീ വല്ല ശബ്ദം എടുത്തിട്ടുണ്ടോ? ഞാൻ സ്വമേധയാ നാട്ടിലേക്ക് വന്നതല്ലോ, അച്ഛൻ തന്നെയാ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. നീലിമയും വാസുദേവനും സംസാരിക്കുന്നത് കണ്ട അഞ്ജലി വേദിയിൽ നിന്നിറങ്ങി അവിടേക്ക് വന്നു. എന്താച്ചാ, എന്തു പറ്റി? ഒന്നുമില്ല, മോള് പോയി ആദ്യമൊപ്പം ഇരിക്കെ, ചടങ്ങ് നടക്കട്ടെ, വാസുദേവൻ പറഞ്ഞു. ചേച്ചി, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അഞ്ജലി നീലിമയുടെ കാല് തൊട്ട് തൊഴുതു. നീലിമ രൂക്ഷമായി അവളെ നോക്കി. അഞ്ജലി പിന്നെ ഒന്നും പറയാതെ ആദ്യയുടെ അടുത്തേക്ക് മടങ്ങി. വാസുദേവനും നീലിമയോട് പിന്നെ സംസാരിച്ചില്ല. അപ്പോഴൊരു സംസാരം ഉണ്ടായാൽ ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ താൻ നാണം കെടുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ചടങ്ങുകൾ ആരംഭിച്ചു. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി സദസ്സിൽ വന്നിരുന്നത് ആരും ശ്രദ്ധിച്ചില്ല. അല്പസമയത്തിനകം ആദ്യം അഞ്ജലിയും പരസ്പരം മോതിരമിട്ടു. നീലിമ അപ്പോൾ തന്റെയും ആദ്യയുടെയും വിവാഹ നിശ്ചയ ദിവസം ഓർത്തുപോയി. അവൾക്കപ്പോൾ എന്തോ അസ്വസ്ഥത തോന്നി. അവിടെ നിന്നും പോവാനായി അവൾ എഴുന്നേറ്റു. അമ്മ, എന്തു പറ്റി? അശ്വിൻ ചോദിച്ചു. ഒന്നുമില്ല അച്ചു, അമ്മയ്ക്ക് തലവേദനിക്കുന്നു, നീലിമ പറഞ്ഞു. അമ്മ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. നീലിമ എന്തെങ്കിലും പറയും മുൻപേ അശ്വിൻ ഓടിപ്പോയി. അവൻ എങ്ങോട്ട് ഓടുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ നിന്നു. അശ്വിൻ അതിഥികൾക്ക് കുടിക്കാൻ വെച്ച ജ്യൂസുമായി തിരികെ വന്നു. അതവൻ അമ്മയ്ക്ക് നേരെ നീട്ടി. ഇന്നാ അമ്മ ഇത് കുടിക്കേ. അശ്വിൻ അവന്റെ കുഞ്ഞു കൈകൾ അമ്മയ്ക്ക് നേരെ നീട്ടി. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ചേർത്ത് പിടിച്ചു. സദസ്സിലെ ആ പ്രധാനപ്പെട്ട അതിഥി അപ്പോൾ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ചടങ്ങ് തീർന്നപ്പോൾ വാസുദേവൻ വീണ്ടും നീലിമയ്ക്ക് അരികിലേക്ക് വന്നു. ഈ ചെക്കനൊന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന്, വാസുദേവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഇത് കേട്ടതോടെ നീലിമയുടെ നിയന്ത്രണം വിട്ടു. എന്നെ ഓരോന്ന് പറയുന്നത് പോലെ എന്റെ മോനെ പറയാൻ നിൽക്കണം. എനിക്ക് ആരുമില്ലായിരിക്കാം, പക്ഷെ അവന് ചോദിക്കാൻ അവന്റെ അമ്മയുണ്ട്. നീലിമ ശബ്ദം ഉയർത്തിയാണ് അത് പറഞ്ഞത്. വാസുദേവൻ ചുറ്റും നോക്കി. ബന്ധുക്കളൊക്കെ അഞ്ജലിയെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. എടി ഒരുമ്പെട്ടോളെ, നീ ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിനാ ഞാൻ മറുപടി പറയേണ്ടി വരുന്നത്. ഒച്ച സംസാരിക്കും, വാസുദേവൻ പറഞ്ഞു. ഞാൻ ആരെയും നാണം കെടുത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് മാത്രം ചടങ്ങിന് വന്നത്. നീലിമ അശ്വിനെയും കൂട്ടി തിരികെ നടന്നു. വാസുദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്ന് പോയാൽ തന്റെ പദ്ധതികൾ പാളുമെന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു. ഉടനെ അവിടേക്ക് അഞ്ജലി വന്നു. ചേച്ചി എങ്ങോട്ടാ പോകുന്നേ? അഞ്ജലി ചോദിച്ചു. നരകത്തിലേക്ക്. എന്താ പോരുന്നോ നീ? ഞാൻ എന്തെങ്കിലും മോശമായി ചോദിച്ചോ ചേച്ചി? ഇങ്ങനെയൊക്കെ പറയാൻ മതിയടി നിന്റെ അഭിനയം. കിട്ടാനുള്ളതെല്ലാം നീ നേടിയെടുത്തില്ലേ? ഇനി എന്തിനാ നീ അഭിനയിച്ച് തകർക്കുന്നേ? നിർത്തി പോടി, നീലിമ നിയന്ത്രണം വിട്ടു പറഞ്ഞു. അടുത്ത നിമിഷം വാസുദേവൻ അവളുടെ മുഖം പൊത്തി അടിച്ചു. എന്റെ മോൾ അത്രയും സ്നേഹത്തോടെ ഒന്ന് ചോദിക്കുമ്പോ മര്യാദയ്ക്ക് മറുപടി പറഞ്ഞോട് നിനക്ക്, വാസുദേവൻ പറഞ്ഞു. നീലിമയുടെ കണ്ണ് നിറഞ്ഞു. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതിയെന്നായി. അത് മനസ്സിലാക്കിയ അഞ്ജലി ഉടനെ പറഞ്ഞു. ചേച്ചി പോട്ടെ, അച്ഛനല്ലേ, ക്ഷമിക്കാം, എനിക്ക് പോണം. നീലിമ അച്ഛനെ നോക്കി. വാസുദേവൻ എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് ഭാവം മാറ്റി. മോളെ, അച്ഛൻ പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ തല്ലിയതാ. എന്തായാലും നീ വന്നതല്ലേ, ചടങ്ങ് തീരുമാനിരിക്കെ. നീലിമ അത് കേട്ട് സദസ്സിൽ തന്നെ ഇരുന്നു. അഞ്ജലി തിരികെ ആദ്യയുടെ അടുത്തേക്ക് പോയി. എന്താ അവിടെ പ്രശ്നം? ആദ്യ ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല ചേച്ചി, ആ കൊച്ചിനെയും കൂട്ടി വന്നത് അച്ഛന് ഇഷ്ടായില്ല, അത്ര തന്നെ. അങ്കിൾ ആ കാര്യം നേരത്തെ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞല്ലോ, ഭാഗ്യം, ആദ്യ പറഞ്ഞു. അതെ. അഞ്ജലി അവനെ നോക്കി പുഞ്ചിരിച്ചു. ചടങ്ങിന് ശേഷം ഫോട്ടോ എടുക്കലും മറ്റുമായി ഭാവി വധുവരന്മാർ തിരക്കിലായി. നീലിമ അശ്വിനൊപ്പം തിരികെ വീട്ടിലേക്ക് പോകാനായി എഴുന്നേറ്റു. അപ്പോഴേക്കും വാസുദേവൻ അവിടേക്ക് വന്നു. ഒപ്പം അല്പം തടിച്ച ശരീരമുള്ള ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ആളുമുണ്ട്. നീലിമ അയാളെയും അച്ഛനെയും നോക്കി. കുറച്ചു മുന്നേ തന്നോട് മോശമായി പെരുമാറിയ ആളെ അല്ലായിരുന്നു അപ്പോൾ അച്ഛൻ. മോളെ, ഇത് സുധാകരൻ മേനോൻ, വലിയ ബിസിനസ്മാനൊക്കെയാ. നീലിമയെ നോക്കി വാസുദേവൻ പറഞ്ഞു. മിസ്റ്റർ സുധാകരൻ, ഇത് എന്റെ മൂത്ത മോൾ നീലിമ വാസുദേവൻ. അച്ഛൻ ആദ്യമായിട്ടാണ് തന്റെ പേരിനൊപ്പം വാസുദേവന് ചേർക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് എന്തോ കുഴപ്പം വരാൻ പോകുന്നത് പോലെ തോന്നി. നീലിമ സംശയത്തോടെ അച്ഛനെ നോക്കി. അപ്പോൾ ആർത്തിയോടെ അവളെ തന്നെ നോക്കുകയായിരുന്നു സുധാകരൻ മേനോൻ. മിസ്റ്റർ വാസുദേവൻ, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. 2 മക്കളും സുന്ദരികളാണല്ലോ, ആര് കണ്ടാലും ഇഷ്ടാവും, അയാൾ പറഞ്ഞു. നീലിമയ്ക്ക് അയാൾ തോട്ടം കണ്ടപ്പോൾ അറപ്പ് തോന്നി. അതെ സുധാകര, ഇളയവളെ നല്ലൊരുത്തരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവളെ കൂടി ഒരാളെ ഏൽപ്പിച്ചാൽ സമാധാനമായി. വാസുദേവൻ വളരെ സ്നേഹമുള്ള അച്ഛനെ പോലെ അഭിനയിക്കുന്നത് നീലിമ നോക്കി നിന്നു. അയാൾ തുടർന്നു. മോളെ, സുധാകരനോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും, അച്ഛൻ ഇപ്പോ വരാം, എനിക്ക് അയാളോടൊന്നും സംസാരിക്കാനില്ല, നീലിമ പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല, മോളെ പരിചയപ്പെടാനാ സുധാകരൻ വന്നിരിക്കുന്നത്, വാസുദേവൻ പറഞ്ഞു. എന്നെയോ? എന്തിന്? അത് മോളെ, നിന്റെയും സുധാകരന്റെയും വിവാഹം അച്ഛൻ തീരുമാനിച്ചു. ഇദ്ദേഹം വളരെ നല്ല ആളാ. എന്റെ നീലിമയെ പൊന്നെ പോലെ നോക്കും. നിങ്ങൾ 2 ആളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി അച്ഛൻ. വാസുദേവൻ പറഞ്ഞത് കേട്ട് നീലിമ സ്തംഭിച്ചു നിന്നു. അച്ഛന് പ്രായമുള്ള ഒരാളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ സ്വന്തം അച്ഛൻ തന്നെ ശ്രമിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചു വിളിക്കാനുള്ള കാരണം. നീലിമ ചിന്തിച്ചു. ഇത് നടക്കില്ല ചാ, നീലിമ തർപ്പിച്ചു പറഞ്ഞു. അശ്വിൻ നീലിമയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവനെ കണ്ട് സുധാകരൻ മേനോന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറി. മോളെ, അച്ഛൻ വാക്ക് കൊടുത്തു പോയി. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല. അപ്പോൾ അഞ്ജലിയും ആദ്യം അവിടേക്ക് വന്നു. ബന്ധുക്കളിൽ ചിലരും അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓ, ഒന്ന് പതുക്കെ പറ, വാസുദേവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീലിമ സുധാകരനെ നോക്കി. അങ്കിൾ, അച്ഛൻ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്താ വാസുദേവ ഇത്? ഈ കുട്ടിയോട് ചോദിക്കാതെയാണോ താൻ എന്നെ ഇവിടേക്ക് വരുത്തിയത്? സുധാകരൻ ചോദിച്ചു. വാസുദേവൻ അതിന് മറുപടി പറയാതെ തല താഴ്ത്തി. നീലിമ തുടർന്നു. എന്നെ പറ്റി എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇത്രയും വർഷം നാട് വിട്ടു നിന്നതും എന്റെ ജീവിതത്തിൽ നടന്നതുമായ എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാമോ? പിന്നെ അങ്കിൾ,
എന്റെ അച്ഛൻ എന്നെ സ്വന്തം മകളായി ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കെട്ടിയ അഞ്ജലി ഗ്രൂപ്പിന് സ്വത്ത് കിട്ടുമെന്ന് വ്യാമോഹിക്കുകയും വേണ്ട. നീ ഇത് എന്തൊക്കെയാ ചേച്ചി പറയുന്നത്? അച്ഛൻ നിന്റെ നല്ലതിനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അഞ്ജലി ചോദിച്ചു. എന്താണ് ഈ നല്ലത്? ഇത്രയും പ്രായമുള്ള ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കുന്നോ? അത്ര നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങ് കെട്ട്. നീലിമ പറഞ്ഞു. ദേ ചേച്ചി, സൂക്ഷിച്ച് സംസാരിക്കണം. അഞ്ജലി പറഞ്ഞു. അത് കേട്ട് നീലിമ ദേഷ്യപ്പെട്ടു. നീ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. അടുത്ത നിമിഷം നിയന്ത്രണം വിട്ട് വാസുദേവൻ വീണ്ടും നീലിമയെ തല്ലി. അപ്പോഴേക്കും സത്യഭാമയും മറ്റു ബന്ധുക്കളും അവിടേക്ക് വന്നു. കണ്ടു മിസ്റ്റർ സുധാകരൻ, ഇയാൾക്ക് എന്നോട് ഒരു തരി സ്നേഹമില്ല. നിങ്ങൾ എന്തോ പറഞ്ഞ് പറ്റിച്ച് വിവാഹം നടത്താനുള്ള ശ്രമമാണ്. എന്നെ ഇവരാരും സ്നേഹിച്ചിട്ടില്ല. എല്ലാം വെറും അഭിനയം മാത്രമാണ്. നീലിമ പറഞ്ഞു. അത് എല്ലാവരും കേൾക്കുകയും ചെയ്തു. ബന്ധുക്കൾ പരസ്പരം പെറുപിറുത്തു. അപ്പോ അതാണ് മാലതി കാര്യം. ആ കൊച്ചിനെ ഇവരൊക്കെ നാട് കടത്തിയതാ. ബന്ധുക്കളിൽ ഒരു സ്ത്രീ പറഞ്ഞു. നീലിമ തുടർന്നു. പിന്നെ എനിക്കൊരു മകനുണ്ട്. അത് അച്ഛൻ പറഞ്ഞിരുന്നോ? നീലിമ ചോദിച്ചു. സുധാകര മേനോൻ വാസുദേവനെ നോക്കി. എന്തൊക്കെയാണോ ഈ കേൾക്കുന്നത്? താൻ എന്നോട് എന്തും പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? സുധാകര മേനോൻ ചോദിച്ചു. എടോ അത് പിന്നെ ആ മതി, ഞാൻ ഇറങ്ങുക. താൻ എന്നെ വിളിച്ചു വരുത്തി മോളുടെ വാലിരിക്കുന്ന മുഴുവൻ കേൾപ്പിച്ചല്ലോ, അത് തന്നെ ധാരാളം. സുധാകരൻ ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞു. അയ്യോ സുധാകര നിക്ക്, താൻ പിണങ്ങാതെ. ഞാനല്ലേ തന്നോട് വാക്ക് പറഞ്ഞത്? എന്റെ മൂത്ത മോൾ തനിക്കുള്ളതാണോ? എത്രയും പെട്ടെന്ന് താനുമായി അവളുടെ വിവാഹം നടക്കും പോരെ? ഞാനല്ലേ പറയുന്നേ, വാസുദേവൻ പറഞ്ഞു. പെട്ടെന്ന് സദസ്സിന്റെ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്നാൽ അതൊന്ന് കാണുമല്ലോ മിസ്റ്റർ വാസുദേവൻ. അത് കേട്ട് അഞ്ജലിയും ആദ്യം ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് മാറി.